LDC-LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോയാണ് ഇത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം 1956 നവംബർ 1. കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം 1956 നവംബർ 1. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യയുടെ നിത്യഹരിത നഗരമെന്ന് തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, കേരള രൂപീകരണ സമയത്തുണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഉത്തരം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. എന്നീ 5 ജില്ലകളാണ് കേരള രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്ന ജില്ലകൾ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് 1984 മെയ് 24. കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് 1984 മെയ് 24. തിരുവനന്തപുരം തലസ്ഥാനമാക്കണമെന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചു എന്നു കരുതപ്പെടുന്ന വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. തിരുവനന്തപുരം തലസ്ഥാനമാക്കണമെന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചു എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇത് ചതുരശ്ര മൈലിൽ പറയുകയാണെങ്കിൽ 15,005 ചതുരശ്ര മൈൽ. ഇത് ചതുരശ്ര മൈൽ എന്ന അളവിൽ പറയുകയാണെങ്കിൽ 15,005 ചതുരശ്ര മൈൽ. കേരളത്തിൻ്റെ വിസ്തീർണം ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ്? 1.18%. കേരളത്തിൻ്റെ വിസ്തീർണം ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ്? ഉത്തരം 1.18%. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ഉത്തരം 21. സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. കേരളത്തിൻ്റെ അതിർത്തികൾ. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടകം, കിഴക്ക് തെക്ക് ഭാഗത്ത് തമിഴ്നാട്. കേരളത്തിൻ്റെ അതിർത്തികൾ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ, വടക്ക് കിഴക്ക് ഭാഗം കർണാടകം, കിഴക്ക് തെക്ക് ഭാഗം തമിഴ്നാട്. കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം പുതുച്ചേരി. കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം പുതുച്ചേരി. കേരളവുമായി അതിർത്തി പങ്കിടുന്ന പുതുച്ചേരിയിലെ ജില്ലയാണ് മാഹി. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പരാമർശിക്കുന്ന സസ്യമാണ് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ ആദ്യം പരാമർശിക്കുന്ന സസ്യമാണ് തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബ്യൂസറസ് ബൈക്കോർണിസ്. വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയായ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന.
ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഔദ്യോഗിക മൃഗം ആനയായ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, കർണാടകം എന്നിവ. ഔദ്യോഗിക മൃഗം ആനയായ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, കർണാടകം എന്നിവ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ആഫ്രിക്കൻ ആന ദേശീയ മൃഗമായ രാജ്യമാണ് ഐവറി കോസ്റ്റ്. ആഫ്രിക്കൻ ആന ദേശീയ മൃഗമായ രാജ്യമാണ് ഐവറി കോസ്റ്റ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുരാറ്റൻസിസ്. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് പാപ്പിലിയോ ബുദ്ധ. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. കേരളത്തിൻ്റെ കാലാവസ്ഥ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. കേരളത്തിൻ്റെ വാർഷിക ശരാശരി മഴ എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ. കേരളത്തിലെ വാർഷിക ശരാശരി മഴയാണ് 300 സെൻറ്റിമീറ്റർ. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ പ്രകൃതി വിഭാഗങ്ങൾ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ പ്രകൃതി വിഭാഗങ്ങളെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. മലനാട് കേരളത്തിൻ്റെ ആകെ ഭൂപ്രകൃതിയുടെ 48%, ഇടനാട് ആകെ ഭൂപ്രകൃതിയുടെ 42%, തീരപ്രദേശമാണ് ബാക്കി വരുന്ന 10%. കേരളത്തിൻ്റെ പ്രകൃതി വിഭാഗത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ആനമുടി. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണമാണ് 16. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അഥവാ 8842 അടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അഥവാ 8842 അടി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. കേരളത്തിലെ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. അവ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നിവയാണ്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ 5: പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നിവയാണവ. കടൽത്തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ലയാണ് കോട്ടയം. കടൽത്തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിലെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിലെ തീരപ്രദേശത്തിലെ ദൂരം 580 കിലോമീറ്റർ. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ ദൈർഘ്യം 580 കിലോമീറ്റർ. കേരളത്തിൽ കടൽത്തീരം ഏറ്റവും കുറവുള്ള ജില്ലയാണ് കൊല്ലം. കേരളത്തിലെ കടൽത്തീരം കുറവുള്ള ജില്ല കൊല്ലം. കടൽത്തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ. കടൽത്തീരം കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യ 3.3 കോടി. കേരളത്തിലെ ആകെ ജനസംഖ്യ 3.3 കോടി.
ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ? ഉത്തരം 3.1%. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ? ഉത്തരം 3.1%. കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എത്രയാണ്? ഉത്തരം 4.91%. കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എത്രയാണ്? ഉത്തരം 4.91%. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084 സ്ത്രീകളാണ് 1000 പുരുഷന്മാരെ കണക്കാക്കുമ്പോൾ. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂരാണ്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയത് കണ്ണൂരും സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിൻ്റെ ജനസാന്ദ്രത 1 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ 860 ആണ്. കേരളത്തിലെ ജനസാന്ദ്രത 1 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ 860 എന്നതാണ് കേരളത്തിലെ ജനസാന്ദ്രത. ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. ജനസാന്ദ്രതയിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ബീഹാറും 2-ാം സ്ഥാനം നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം പശ്ചിമ ബംഗാളുമാണ്. കേരളത്തിലെ സാക്ഷരത 93.91%. കേരളത്തിലെ സാക്ഷരത 93.91%. കേരളത്തിലെ ആകെ ജില്ലകൾ 14, താലൂക്കുകൾ 75, വില്ലേജുകൾ 1670, കോർപ്പറേഷൻ 6, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ഗ്രാമപഞ്ചായത്ത് 941, മുനിസിപ്പാലിറ്റികൾ 87. കേരളത്തിലെ ജില്ലകൾ 14, താലൂക്കുകൾ 75, വില്ലേജുകൾ 1670, കോർപ്പറേഷൻ 6, ബ്ലോക്ക് പഞ്ചായത്ത് 152, ഗ്രാമപഞ്ചായത്ത് 941, മുനിസിപ്പാലിറ്റി 87. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ 140. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. എന്നാൽ നിയമസഭാ സാമാജികരുടെ എണ്ണം 141. എന്നാൽ നിയമസഭാ സാമാജികർ 141 പേരുണ്ട്. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യുന്നതും കൂടി കണക്കിലെടുത്താണ് 141 എന്ന നമ്പറിലെത്തുന്നത്. കേരളത്തിലെ ലോകസഭാ അംഗങ്ങൾ 20. കേരളത്തിൽ നിന്നുള്ള ലോകസഭാ അംഗങ്ങൾ 20. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ 9 ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ വടക്കേയറ്റത്തെ നദി മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേയറ്റത്തെ നദി നെയ്യാർ. വടക്കേയറ്റത്തെ നദി മഞ്ചേശ്വരം, തെക്കേയറ്റത്തെ നദി നെയ്യാർ. കേരളത്തിലെ വടക്കേയറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേയറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരം. തെക്കേയറ്റത്തെ പഞ്ചായത്ത് പാറശാല. തെക്കേയറ്റത്തെ പഞ്ചായത്ത് പാറശാല. കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ വടക്കേയറ്റത്തെ കായൽ ഉപ്പള കായൽ. കേരളത്തിലെ വടക്കേയറ്റത്തെ കായൽ ഉപ്പള കായൽ. കേരളത്തിലെ തെക്കേ അറ്റത്തെ കായൽ വേളിക്കായൽ. കേരളത്തിലെ തെക്കേ അറ്റത്തെ കായൽ വേളിക്കായൽ. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരവും കേരളത്തിലെ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂരുമാണ്. കേരളത്തിലെ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലും
കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ആദ്യ വനം ഡിവിഷനാണ് കോന്നി. കേരളത്തിലെ ആദ്യ വനം ഡിവിഷൻ കോന്നി. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നി. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നി. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടും കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരും. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം, ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയും. സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ടയും സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാടും. സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് അല്ലെങ്കിൽ ജലസംഭരണി മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഏറ്റവും വലിയ അണക്കെട്ട് അല്ലെങ്കിൽ ജലസംഭരണി മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. കടൽ തീരമില്ലാത്ത കോർപ്പറേഷനാണ് തൃശ്ശൂർ. കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് പുനലൂർ. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂർ. ചൂട് കൂടുതലുള്ള ജില്ല പാലക്കാട്. ചൂട് കൂടുതലുള്ള ജില്ല പാലക്കാട്. കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിൽ കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരവും. കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം. കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. അറബിക്കടലിന് സമാന്തരമായുള്ള പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി കേരളത്തിലുള്ള പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ കൊടുമുടി അഗസ്ത്യാർകൂടം. കേരളത്തിലെ തെക്കേയറ്റത്തെ കൊടുമുടി അഗസ്ത്യാർകൂടം. കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. സാക്ഷരത കൂടിയ ഗ്രാമം നെടുമുടി. ആലപ്പുഴ ജില്ലയിലാണ് നെടുമുടിയുള്ളത്. സാക്ഷരത കൂടിയ ഗ്രാമം നെടുമുടി. ആലപ്പുഴ ജില്ലയിലാണ് നെടുമുടി സ്ഥിതി ചെയ്യുന്നത്. സാക്ഷരത കൂടിയ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ നെടുമുടി. സാക്ഷരത കൂടിയ മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ. സാക്ഷരത കൂടിയ മുനിസിപ്പാലിറ്റി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ. ജനസംഖ്യ കൂടുതലുള്ള താലൂക്ക് കോഴിക്കോട്. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള താലൂക്ക് കോഴിക്കോട്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട്. നഗരവാസികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. നഗരവാസികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല കണ്ണൂർ. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല കണ്ണൂർ. പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല എറണാകുളം. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ ജില്ലയാണ് എറണാകുളം. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ജില്ല മലപ്പുറം. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ജില്ല മലപ്പുറം. വനപ്രദേശം കൂടിയ ജില്ല ഇടുക്കി. വനപ്രദേശം കൂടിയ ജില്ല ഇടുക്കി. വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ.
വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡിലൂടെ 12 നദികളാണ് ഒഴുകുന്നത്. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് മലപ്പുറം. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറവും കുറഞ്ഞ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടുമാണ്. കുറഞ്ഞ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂരുമാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റാണ് കണ്ണൂർ. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂർ. കേരളത്തിലെ തെക്കേയറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. കേരളത്തിലെ തെക്കേയറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. വടക്കേയറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. തെക്കേയറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകരയും വടക്കേയറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരവും. കേരളത്തിലെ തെക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര. കേരളത്തിലെ തെക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര. തെക്കേയറ്റത്തെ പഞ്ചായത്ത് പാറശാല. തെക്കേയറ്റത്തെ പഞ്ചായത്ത് പാറശാല. കേരളത്തിലെ വടക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം പഞ്ചായത്ത് താലൂക്ക് എന്നിവ മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം പഞ്ചായത്ത് താലൂക്ക് എന്നിവ മഞ്ചേശ്വരമാണ്. കേരളത്തിലെ തെക്കേയറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. കേരളത്തിലെ തെക്കേയറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. കേരളത്തിലെ വടക്കേയറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിലെ വടക്കേയറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിലെ തെക്കേയറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. കേരളത്തിലെ തെക്കേയറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. കേരളത്തിലെ വടക്കേയറ്റത്തെ ഗ്രാമം തലപ്പാടി. കേരളത്തിലെ വടക്കേയറ്റത്തെ ഗ്രാമം തലപ്പാടി. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിലുള്ളത് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ് പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ. പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂർ. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടം പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടം പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം കൊല്ലം ജില്ലയിലെ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യ പോലീസ് മ്യൂസിയമാണ് കൊല്ലം ജില്ലയിലെ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷനാണ് കൊല്ലം ജില്ലയിലെ നീണ്ടകര. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷനാണ് കൊല്ലം ജില്ലയിലെ നീണ്ടകര. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഫോർട്ട് കൊച്ചി. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചി. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. ആദ്യ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിൽ ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരവും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തൃശ്ശൂരും. കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ റാണിപുരമാണ്. കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ റാണിപുരം. കേരളത്തിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ അരിമ്പ്രമല. കേരളത്തിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ അരിമ്പ്രമല. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് പാലക്കാട് ജില്ല. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് ജില്ല. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് തിരുവനന്തപുരം.